പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ. അപ്പീൽ തീർപ്പാക്കുന്നതുവരെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമെതിരായ അറസ്റ്റ് വാറന്റ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമെന്നും ഈ അപ്പീലിൽ ആവശ്യപ്പെടുകയുണ്ടായി. ലോക കോടതി അറസ്റ്റ് വാറന്റ് പ്രധാനമായും പുറപ്പെടുവിച്ചത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസ യുദ്ധത്തിൽ യുദ്ധക്കുറ്റം ആരോപിച്ചായിരുന്നു. നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദീഫിനെതിരെയും സമാനമായ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇസ്രായേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അതായത് ICC അധികാര പരിധിയെയും അറസ്റ്റ് വാറന്റുകളുടെ നിയമസാധുതയും ചോദ്യം ചെയ്യുമെന്നും ഹർജി തള്ളിയാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ എത്രമാത്രം പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോകത്തിന് ബോധ്യപ്പെടുമെന്നുമാണ് ഈ പ്രസ്താവനയിൽ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല US-ഉം ഫ്രാൻസും നെതന്യാഹുവിനെ പിന്തുണയ്ക്കുകയും വാറന്റുകൾ തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ UK-യും കാനഡയും അറിയിച്ചത് അറസ്റ്റ് വാറന്റ് പാലിക്കുമെന്നാണ്. നെതന്യാഹു പ്രധാനമായും ആരോപിച്ചത് അറസ്റ്റ് വാറന്റ് ICCയുടെ ജൂതവിരുദ്ധതയാണ് കാണിക്കുന്നതെന്നായിരുന്നു. ഗാസയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 40,000-ലേറെ പേരെ കൂട്ടക്കൊല നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്തതിനുമാണ് പ്രധാനമായും യുദ്ധക്കുറ്റം ചുമത്തിയ നെതന്യാഹുവിന് മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. മാത്രമല്ല ICC പ്രീ ട്രയൽ ചേംബറിലെ 3 ജഡ്ജിമാർ ഏകകണ്ഠമായാണ് ഇവർക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. നെതന്യാഹു ഗാലന്റോ ICC അംഗത്വമുള്ള 120-ലധികം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുമെന്ന നിലപാടാണ് നിലനിന്നിരുന്നത്. അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിലായിരിക്കും പ്രധാനമായും ഹാജരാക്കുക. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ICCയിൽ അംഗത്വം എടുക്കാതിരുന്നാൽ ഉത്തരവ് നടപ്പാക്കുന്നതിന് പ്രായോഗിക പരിമിതി ഉണ്ടായേക്കുമെന്നാണ് നിഗമനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വധശിക്ഷ നൽകണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി പറയുകയുണ്ടായി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിന് ഉൾപ്പെടെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് വാറന്റല്ല മറിച്ച് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് ഖമേനി രംഗത്തെത്തിയത്. നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ക്രിമിനലുകളാണെന്നും അറസ്റ്റ് വാറന്റിന് പകരം വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ് ഖമേനി പ്രധാനമായും ഉയർത്തിയതും. ഗാസയിലെ സാധാരണ ജനങ്ങൾക്കെതിരായ വ്യാപക ആക്രമണങ്ങളുടെ ഭാഗമായി കൊലപാതകം, പീഡനം, പട്ടിണി എന്നിവയുൾപ്പെടെ സംഭവങ്ങൾ ഉത്തരവാദികൾ നെതന്യാഹുവും യോവ് ഗാലന്റും ആണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്നും ICC ജഡ്ജിമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ICCയുടെ നിരീക്ഷണം ലജ്ജാകരവും അസംബന്ധമാണെന്നുമായിരുന്നു ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ ഇസ്രായേൽ നിരസിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി.